എന്നിട്ട് അതിന്റെ പുറത്ത് അടയിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ പുറത്തേക്കുള്ള കുതിര കയറ്റോ? നീ ഒന്നുമല്ലെന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും അല്പം മുമ്പ് സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞത് നീ കേട്ടില്ലേ? ചതിയും വഞ്ചനയുമായി നടക്കുന്നവരൊന്നും അധികകാലം ഈ ഭൂമിക്ക് ഭാരമായി നിൽക്കില്ലെന്ന്. ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. സ്വരൂപാനന്ദ സ്വാമി സ്വാമി അകത്തുണ്ട്, വരൂ. നമസ്കാരം സ്വാമി. നമസ്കാരം. ശാലിനി. മനസ്സിലായി. ഇവരുടെ കാര്യമാണ് പറഞ്ഞിരുന്നത് അല്ലേ? അതെ. നന്മയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായി വരും. അതിൽ പതറാതെ മുന്നേറുമ്പോഴാണ് നമ്മളതിൽ കൂടുതൽ വിജയിച്ചു എന്ന് പറയപ്പെടുന്നത്. സർവേശ്വരന്റെ ചില പരീക്ഷണങ്ങളുണ്ട്. അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. പ്രാർത്ഥിക്കുക. ഇനിയുള്ള നാളുകളിലെങ്കിലും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ഈശ്വരന്മാരില്ല. ഇന്നെല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളാണ് മുഖ്യം. സ്വാർത്ഥതയും മത്സരബുദ്ധിയും അതിൻ്റെ ഭാഗമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ദുർബലമായിട്ടാണ് പലരും കാണുന്നത്. അതിനൊരു അപവാദമാണ് കളക്ടർ ശാലിനി മാഡം. മനസ്സിൽ നന്മയുള്ളവർക്ക്, സഹാനുഭൂതിയുള്ളവർക്ക് ഈശ്വരൻ കണ്ടുവച്ചിരിക്കുന്നത് സ്വർഗരാജ്യം തന്നെയാണ്. സ്വാമി, ഇവർക്കുള്ള താമസമൊക്കെ? അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സുഹാസിനി ദേവിയാണ്. നമുക്ക് ഭജന ഹാളിലേക്ക് ഇരിക്കാം. വരൂ. സുഹാസിനി ദേവി, സുസ്മിതയുടെ പുനർജന്മം. അപ്പൊ ഈ ആശ്രമത്തിന്റെ കാര്യത്തിലും സ്വരൂപാനന്ദ സ്വാമിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. നമസ്തേ. ആരുടെ മുഖമാണോ ഞാൻ കാണാൻ ആഗ്രഹിക്കരുതെന്ന് കരുതുന്നത്, ആ മുഖം തന്നെയാണല്ലോ ഈശ്വര കൺമുനി കൊണ്ടുവന്ന് നിർത്തിയത്. ഇവക്കെന്താണോ ഈ ആശ്രമത്തിൽ കാര്യം? എൻ്റെ വേരുകൾ തേടിയുള്ള അലച്ചിലാണോ? എന്താണെങ്കിലും നേരിടാനുള്ള ശക്തി തരണേ ഭഗവാനെ. ഇത് സുഹാസിനി ദേവി, ഇവിടുത്തെ എല്ലാമാണ്. കാളകൂട വിഷം എടുത്ത് കണ്ഠത്തിൽ വെച്ച ശിവഭഗവാന്റെ അവസ്ഥയാ സ്വാമി സ്വാമിയുടേത്. ഒന്നുകിൽ ഇവള് സ്വാമിക്ക് ദോഷം, ഇല്ലെങ്കിൽ ഈ ആശ്രമത്തിന് ദോഷം. എന്തായാലും വലിയൊരു ദുരന്തം പോക്കറ്റിലെടുത്തിട്ട അവസ്ഥയാ. ഇത് കളക്ടർ ശാലിനി. അറിയാം. രാജാവിന് ചിലപ്പോൾ പ്രജകളെ അറിയാൻ പറ്റിയില്ലെങ്കിലും പ്രജകൾക്ക് രാജാവിനെ അറിയാമല്ലോ. സ്വാമി, നമ്മുടെ നാടിന്റെ ശാപം എന്താണെന്നറിയോ? നുഴഞ്ഞ കയറ്റക്കാർ. പല വേഷത്തിൽ പല രൂപത്തിൽ അവര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഇത്തരക്കാരെയൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം.
എന്നിട്ട് അവരുടെ ആ ബ്രെയിൻ എടുത്ത് കത്തിച്ചു കളയണം. ആ ചാരം പോലും മണ്ണിൽ പതിയരുത്. അത് വീണ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ വീണ് അണുബോംബിനേക്കാൾ മാരകമാ. ജഗദീശ്വരൻ ഒന്നും കാണാതിരിക്കില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. ആ സുഹാസിനി, ഇവരുടെ അക്കോമഡേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്താന്ന് വെച്ചാൽ ഉചിതം പോലെ ചെയ്യണം. കളക്ടറെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ആ ശരി സ്വാമി. സ്വാമി, മിനിസ്റ്റർ വിളിച്ചിരുന്നു. ആ, എനിക്ക് 1-2 ഗസ്റ്റുകൾ വരാനുണ്ട്. കാര്യങ്ങളൊക്കെ സുഹാസിനി നോക്കിക്കോളും. വളരെ നന്ദി സ്വാമി. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. നന്മയും കരുണയും ഇല്ലെങ്കിൽ മനുഷ്യനെ എന്തിനു കൊള്ളാം? ചതിയും വഞ്ചനയുമായി നടക്കുന്നവരൊന്നും അധികകാലം ഭൂമിക്ക് ഭാരമായി ഇവിടെ നിലനിൽക്കില്ല. അത് പ്രകൃതിയുടെ നിയമം. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആ ശരി സ്വാമി. ഉം. എ ബ്ലോക്കിലെ 16 നമ്പർ മുറി ഇവർക്ക് തുറന്നു കൊടുക്ക. ശരി, ചെന്നോളൂ. വരൂ. വളരെ ഉപകാരം. നിന്റെ വേഷം കൊള്ളാം. നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. കോംപ്ലിമെന്റിന് നന്ദി. എന്റെ വേരുകൾ തേടിയാണോ നിന്റെ ഈ വരവ്? അങ്ങനെ വരാൻ നീ ആരാ? നീ എന്തൊക്കെയോ ആണെന്നും നിന്നെക്കൊണ്ട് എന്തൊക്കെയോ നടക്കുമെന്നൊക്കെ നീയല്ലേ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് അടയിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ പുറത്തേക്കുള്ള കുതിര കയറ്റോ? നീ ഒന്നുമല്ലെന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും അല്പം മുമ്പ് സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞത് നീ കേട്ടില്ലേ? ചതിയും വഞ്ചനയുമായി നടക്കുന്നവരൊന്നും അധികകാലം ഈ ഭൂമിക്ക് ഭാരമായി നിൽക്കില്ലെന്ന് ഓർത്തു വെച്ചോ, മനസ്സിൽ കുറിച്ചു വെച്ചോ. നീ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഈ ഭക്തിയുടെ മറവിലുള്ള ചീറ്റിംഗ്, ഇത് നിന്റെ അവസാനത്തെ കളിയാ. നിന്റെ ഒടുക്കം ഒരുക്കുന്ന കളി. എന്റെ ഒടുക്കം നീ തീരുമാനിക്കുന്നതിന് മുമ്പ് നിന്റെ അടക്കം ഞാൻ നടത്തും. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ വേഷം എടുത്ത് അണിഞ്ഞിരിക്കുന്നെ. ശത്രുരാജ്യത്തെ ആക്രമിക്കാൻ ശത്രുരാജ്യത്തിന്റെ വായ്ഭാഗത്തേക്ക് ചെന്ന് കയറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആയുധങ്ങൾ തൊടുത്ത് കൃത്യമായി കൊള്ളിക്കാനുള്ള കഴിവുണ്ടായ മാത്രം മതി. ആ കഴിവ് എനിക്കുണ്ട്.